ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗഡാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ഹെഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പ്രോബ്ലം സോൾവിങ് സെഷൻ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്ത് ചെയ്യാം, ആദ്യം അത് കണ്ടതിന് ശേഷം ഈ ഒരു സെഷനിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലമായിട്ട് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. Then first problem, Sri Hari Gopal is a member of parliament from Agra. During the previous year 2019-20, he had the following income. അപ്പോൾ ഇയാളൊരു മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ്, എം പി ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതർ സോഴ്സിൽ MLA MP ഇവർക്കൊക്കെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അതർ സോഴ്സിൽ ടാക്സ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് താഴെ പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്ന്, ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഈ റിസീവ്ഡ് എ സാലറി ഓഫ് ₹4,000 പെർ മന്ത്. 4,000 പ്രതിമാസം ഇയാൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് എ ഡെയിലി അലവൻസ് ഓഫ് ₹20,000 ഫോർ അറ്റൻഡിങ് വേരിയസ് സെഷൻ. പിന്നെ മറ്റു സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു 20,000 രൂപ ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 4,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ 4,000 ഇൻറ്റു 12, 4×12 48,000. അത് MP എന്ന നിലയിൽ ഇദ്ദേഹം സ്വീകരിക്കുന്ന 4,000 രൂപ, പ്രതിമാസം സ്വീകരിക്കുന്ന 4,000 രൂപ എന്ന് പറയുന്നത് എന്താണ്, അതർ സോഴ്സിൽ നമുക്ക് ടാക്സ് ചെയ്യണം. പക്ഷേ ഡെയിലി അലവൻസ് ഉണ്ടല്ലോ 20,000, അത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സെഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഡെയിലി അലവൻസ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ദെൻ ഈ ഹെൽഡ് ദി ഫോളോയിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. 10% ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓഫ് ₹10,000 ഈസ് ഹെൽഡ് ബൈ ഹിം ഇൻ എ ബാങ്ക്. ഇൻട്രസ്റ്റ് ഈസ് ക്രെഡിറ്റഡ് ആനുവലി. അപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, 10,000 രൂപയാണ്, അതിന് 10% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുന്നതൊക്കെ നമുക്ക് ടാക്സബിളാണ്. അപ്പോൾ 10,000-ൻ്റെ 10%, 1,000 രൂപ, അത് ടാക്സബിളാണ്. ദെൻ ഹി റിസീവ്ഡ് എ ഡിവിഡൻഡ് ഓഫ് ₹500 ഫ്രം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കയ്യിൽ നിന്നും എന്ത് കിട്ടുന്നുണ്ട്, ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിവിഡൻഡ് എന്ന് പറയുന്ന സംഭവം വെറും ഡിവിഡൻഡ് എന്ന് മാത്രം തരികയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. കാരണം അത് ഇന്ത്യൻ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിട്ട് പരിഗണിച്ചുകൊണ്ട് അതെന്താണ്, എക്സംപ്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ടാക്സബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് TDS പിടിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കിട്ടിയ എമൗണ്ട് അതേപോലെ എഴുതിയാൽ മതി, അത് ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ദെൻ he won ₹8,000 in crossword puzzles. അപ്പോൾ ക്രോസ്വേർഡ് പസിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, ഇതിൽ നിന്ന് കിട്ടിയ ഇതൊരു കാഷ്വൽ ഇൻകമാണ്, സുഡോക്കോ പോലെയുള്ള നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഗെയിമിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും 8,000. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇയാൾ വോൺ ചെയ്തത് 8,000 ആണ് എന്നാണ്. അപ്പോൾ ആ 8,000 അതുപോലെ പരിഗണിച്ചാൽ മതി, അതിനെ നമ്മൾ ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് നിങ്ങൾക്ക് റിസീവ്ഡ് എന്ന രീതിയിലാണ് തന്നതെങ്കിൽ നിങ്ങളത് ഗ്രോസപ്പ് ചെയ്യണം. അപ്പോൾ 8,000 ഇയാൾ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇയാൾക്കത് TDS പിടിച്ചതിന് ശേഷം മാത്രമേ ഇയാളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഇയാൾ റിസീവ് ചെയ്ത എമൗണ്ട് അല്ല ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, ഇയാൾ 8,000 രൂപയുടെ ആ ഒരു ഗെയിമാണ് വിൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് പരമാവധി കിട്ടുന്ന ആ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 8,000 രൂപയാണ്. ഓക്കെ, സോ അത് ഫുൾ എമൗണ്ടാണ്, അത് അതേപോലെ തന്നെ ഔട്ടർ കോളത്തിലേക്ക് കൊണ്ടുപോയിടാം. ദെൻ മറ്റൊന്ന്, ഓൺ 1st September 2019 he purchased a plot of land for constructing his house. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലോട്ട് ഓഫ് ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓൺ അക്കൗണ്ട് ഓഫ് എ ഷോർട്ടേജ് ഓഫ് ഫണ്ട്സ് he could not get this fund constructed and hence let out the plot at ₹150 per month from 1st November 2019. അപ്പോൾ കുറച്ച് ഫണ്ടിൻ്റെ അപര്യാപ്തത ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ ഒരു
പ്ലോട്ട് എന്ത് ചെയ്യാണ്, ലെറ്റ് ചെയ്യാണ്, വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്ര 150 പെർ മന്താണ്, 150 പ്രതിമാസം. എന്നാണ് കൊടുക്കുന്നത്? 1 നവംബർ 2019. അപ്പോൾ ശ്രദ്ധിക്കണം, 1 നവംബറിലാണ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്, അല്ലാതെ തുടക്കം മുതൽ 1 ഏപ്രിലിൽ തന്നെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പം നവംബർ മുതൽ മാർച്ച് വരെ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വാടക അല്ലെങ്കിൽ അതിന് റെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര മാസം ഉണ്ടാവും? നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, 5 മന്ത്സാണ് അതിന് നമുക്ക് ആകെ കിട്ടിയത്. അപ്പോൾ 5 × 150 ആയിരിക്കും അതെന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻകമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ 5th, he has let machinery and furniture and also building to Mr. Krishna Gopal at a monthly rent of ₹5,000. പ്രതിമാസം 5,000 രൂപയ്ക്ക് ഇയാൾ എന്താണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, മുകളിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താണ് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. He spent ₹1,500 on the repair of machinery, furniture and building during the previous year. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിപ്പയറിന് വേണ്ടിയിട്ട് ഒരു 1,500 രൂപ ചിലവഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദീസ് അസറ്റ്സ് ഫോർ ദി പ്രീവിയസ് ഇയർ വാസ് ₹10,000. ഈ അസറ്റായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു 10,000 രൂപ ഡിപ്രീസിയേഷനും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും, ഈ 1,500ഉം 10,000ഉം ഇയാൾക്ക് എന്ത് ചെയ്യാം, ഇതിന് ഡിഡക്റ്റ് ചെയ്യാനും ഇയാൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇയാളുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ആൻസേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, സാലറി ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 48,000. കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് നമ്മൾ പറഞ്ഞു, അതേപോലെ എഴുതിയാൽ മതി. TDS പിടിക്കേണ്ട ആവശ്യമില്ല, ഗ്രോസ് അപ്പ് ചെയ്യണ്ട. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എങ്ങനെയാണ് 1000 കിട്ടിയത്? 10,000 ഇൻറ്റു 10% 10/100. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ വിന്നിങ് ഫ്രം ക്രോസ് വേർഡ് പസിൽ അത് പറഞ്ഞ് നമ്മൾ അത് അതേപോലെ എഴുതിയാൽ മതി. അത് ഗ്രോസപ്പ് ചെയ്യാൻ നിൽക്കണ്ട, കാരണം അത് ആകെ വിൻ ചെയ്തത് അത്ര എമൗണ്ടിൻ്റെയാണ് വിൻ ചെയ്തത് എന്നാണ് പറഞ്ഞത്. അത് റിസീവ്ഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇയാൾക്ക് TDS പിടിച്ചതിന് ശേഷമാണ് കിട്ടിയിട്ടുണ്ടാവുക എന്ന അസംഷൻ അത് ഗ്രോസപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ദെൻ ഇൻകം ഫ്രം ദി ലാൻഡ് ഫോർ 5 മന്ത് നമ്മൾ പറഞ്ഞു, 5 മാസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിനെ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 5 × 150 ആണത് 750. ദെൻ റെൻ്റൽ ഇൻകം ഫ്രം മെഷീനറി, ഫർണിച്ചർ, ബിൽഡിങ് ഇതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 60,000 ആണ്. എങ്ങനെ 60,000 കിട്ടിയത്? പ്രതിമാസം അല്ലേ 5,000 രൂപയ്ക്കാണ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 5,000 × 12, 12 5 60. ഇങ്ങനെയാണ് ഈ ഒരു 60,000 കിട്ടിയത്. ഓക്കെ, ഇത്രയും കൂട്ടിയ ടാക്സബിൾ ഇൻകം. ഇത് യഥാർത്ഥത്തിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയാനായിട്ടില്ല, ഇതിന് അഡ്മിസിബിൾ ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻസ് ഉണ്ട്, ഇയാൾക്ക് കുറയ്ക്കാൻ പറ്റുന്നത് അനുവദനീയമായിട്ടുള്ള. ഒന്ന് റിപ്പയർ ആണ് 1,500, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഉണ്ട് ഒരു 10,000 രൂപ. അങ്ങനെ മൊത്തം 11,500 കുറച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഗറിന് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1,06,750 കിട്ടും. അതാണ് ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞ സംഭവം. ഇത് യഥാർത്ഥത്തിൽ എന്താണ്, എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീ സേതു gives you the following information. You are required to compute his income from other source. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർ ശ്രദ്ധിക്കണം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇക്വിറ്റി ഷെയർ ആയിക്കോട്ടെ, പ്രിഫറൻസ് ഷെയർ ആയിക്കോട്ടെ, ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മളത് എക്സംപ്റ്റ് ചെയ്യണം. സോ ഈ 6,000 എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല, എക്സംപ്റ്റ് എന്ന് എഴുതിയാൽ മതി ഔട്ടർ കോളത്തിൽ. ഡിവിഡൻഡ് ഫ്രം പ്രിഫറൻസ് ഷെയർ ഇതേപോലെ തന്നെ എക്സംപ്റ്റ് ആണ്. ഡിവിഡൻഡ് ഫ്രം UTI എക്സംപ്റ്റ് ആണ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ദെൻ ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി ശ്രദ്ധിക്കണം. ഇന്ത്യൻ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്, പക്ഷേ ഫോറിൻ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അതെന്താണ്, ടാക്സബിൾ. ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ പറഞ്ഞു
ടാക്സബിൾ. ദെൻ ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് എക്സെംപ്റ്റഡ് ആണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ് 2000. ഡയറക്ടേഴ്സ് ഫീസ്, ഡയറക്ടേഴ്സിൻ്റെ ഫീസ് അവർ റിസീവ് ചെയ്തിട്ടുള്ള ഈ സാധനങ്ങൾക്ക് അതർ സോഴ്സിൽ ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം റോയൽറ്റി അത് ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ്, അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് സോഴ്സിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത മറ്റ് സോഴ്സ് പറഞ്ഞാൽ 4 സോഴ്സ് ഉണ്ട്: സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ. ഇങ്ങനെ 4 സോഴ്സ്. ഈ 4 സോഴ്സിലും ഡിസ്ക്ലോസ് ചെയ്യാത്തത് ഒക്കെ എന്തായാലും എന്താണ് അതർ സോഴ്സിൽ വരും. അതാണ് അതർ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ 40,000 എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് എമൗണ്ടൊക്കെ കൂട്ടിയതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ എന്ത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. നോക്കൂ, ഇത് എക്സംപ്റ്റ് ആണ്, എക്സംപ്റ്റ് ആണ്, എക്സംപ്റ്റ് ആണ്. ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി എടുത്തു, കോപ്പറേറ്റീവ് സൊസൈറ്റി എടുത്തു, മ്യൂച്വൽ ഫണ്ട് എക്സംപ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇതാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തു. സോ 1,47,000. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sri Muthu provides the following particulars. You are required to compute his income from other source. Remuneration from articles published. ഇദ്ദേഹം ചില ആർട്ടിക്കിളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 10,000 ടാക്സബിൾ ആണ്. റെൻറ്റ് ഫ്രം ബിൽഡിംഗ് ലെറ്റ് ഔട്ട് അലോങ് വിത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി. ബിൽഡിങ് വാടകയ്ക്ക് കൊടുത്തിട്ട് കിട്ടുന്ന അല്ലേ, അതിൽ നിന്ന് കിട്ടിയ റെൻറ്റ്, അതിൻ്റെ കൂടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും 50,000 കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്താണ് ടാക്സബിൾ ആണ്. എമൗണ്ട് റിസീവ്ഡ് ഫ്രം വിന്നിങ് റേസ്. ശ്രദ്ധിക്കാം, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എമൗണ്ട് റിസീവ്ഡ് ഫ്രം വിന്നിങ് റേസ്. ഇയാൾ റേസ് വിൻ ചെയ്തിട്ട് വിന്നിങ് ഫ്രം റേസ് ഹോസ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ അതിന്ന് കിട്ടിയിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള എമൗണ്ടാണ് ഈ 28,000. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അതിലും മേലെ ആയിരിക്കണം. കാരണം TDS പിടിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്യാഷ് ലിങ്കൊക്കെ നമ്മൾക്ക് എന്താണ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുള്ളൂ. 30% അല്ലേ TDSൻ്റെ അത് പിടിച്ചതിന് ശേഷമായിരിക്കാം. അപ്പോൾ നമുക്ക് പിടിക്കുന്നതിന് മുന്നേ ഉള്ള എമൗണ്ടാണ് വേണ്ടത് ഔട്ടർ കോളത്തിലേക്ക്. സോ 28,000-നേക്കാൾ കൂടുതൽ ഉള്ള ഒരു എമൗണ്ട് ആയിരിക്കണം നമ്മൾ എവിടേക്ക് കാണിക്കേണ്ടത്, ഔട്ടർ കോളത്തിലേക്ക് കാണിക്കേണ്ടത്. അതായത് നമ്മൾ ഇതിനെ ഗ്രോസപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ വിന്നിങ് ഫ്രം ലോട്ടറി. ഇതും പറഞ്ഞത് അങ്ങനെയാണ്. നെറ്റ് എമൗണ്ട് റിസീവ്ഡ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ നെറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസപ്പ് ചെയ്യണം. 35,000-ൻ്റെ മേലേക്ക് അതിനെ കൊണ്ടുവരണം. ഓക്കെ, ദെൻ വിന്നിങ് ഫ്രം ക്രോസ്വേർഡ് പസിൽ. ഇവിടെ വിന്നിങ് ഫ്രം ക്രോസ്വേർഡ് പസിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തുക മാത്രം എടുത്താൽ മതി. ഓക്കെ, 12,000 മാത്രം എടുത്താൽ മതി. അതിനെ ഗ്രോസപ്പ് ചെയ്യേണ്ട. അത് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഗ്രോസപ്പ് ചെയ്യണമായിരുന്നു. ഓക്കെ, ഇവിടെ ക്രോസ്വേർഡ് പസിൽ വിൻ ചെയ്തത് 12,000 ആണ് ടോട്ടൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻകം ഫ്രം കാർഡ് ഗെയിം. അങ്ങനെ കാർഡ് ഗെയിമിൽ ചീട്ട് കളി അതാണ്. ഇത് എന്താണ്, ഒരു 5,000 അത് അതേപോലെ എടുത്താൽ മതി. പിന്നെ വിന്നിങ് ഫ്രം ചെസ് 2,000 ഇതൊക്കെ ഇതേപോലെ എടുത്താൽ മതി. ഓക്കെ, നോക്കാം നമുക്ക്. ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തത് 10, റൺ ഫ്രം ബിൽഡിങ് 50 അതേപോലെ എടുത്തു. എമൗണ്ട് റിസീവ്ഡ് ഫ്രം വിന്നിങ് റേസ് ഹോഴ്സ് 28,000 അല്ലേ, അതിനെ നേരിട്ട് ഏതിലേക്ക് കൊണ്ടുവന്നു, 40ലേക്ക് കൊണ്ടുവന്നു. എങ്ങനെയാണ് വന്നത്? നമുക്കറിയാം TDS എന്ന് പറയുന്നത് 30% സാധാരണഗതിയിൽ ഏതിൻ്റെയൊക്കെ, നമ്മളെ ക്യാഷ്വൽ ഇൻകത്തിൻ്റെ ഒക്കെ TDS. സോ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഗ്രോസപ്പ് ചെയ്യാൻ, നെറ്റ് എമൗണ്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് TDS അല്ലേ, ഇതായിരുന്നു നമ്മളെ ഇക്വേഷൻ. അപ്പോൾ നെറ്റ് എമൗണ്ട് എത്രയാണ്? നെറ്റ് എമൗണ്ട് ഇവിടെ 28,000 ആണ്. ഇൻറ്റു 100, ഇവിടെ 1000 കൊടുക്കണം കേട്ടോ, ഡിവൈഡഡ് ബൈ 100 മൈനസ് TDS, 100 മൈനസ് TDS 30 അപ്പോൾ 70. ആ സാധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാ. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം, 28,000
ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 100 ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40,000 കിട്ടും. ദെൻ അതുപോലെ വിന്നിങ് ഫ്രം ലോട്ടറി ഇപ്പോൾ പറഞ്ഞ അതേപോലെ തന്നെ നമ്മളെന്താണ് 30% വെച്ച് ഗ്രോസപ്പ് ചെയ്തു 50,000. വിന്നിങ് ഫ്രം കോഴ്സ്വേർഡ് പർച്ചേസും കാർഡ് ഗെയിം ചെസ് ഇതൊക്കെ ആ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. അത് റിസീവ്ഡ് എന്നത് തന്നിട്ടില്ല. സോ 1,69,000 ആണ് അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഗ്രോസപ്പ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടുള്ള റൂള് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ റിസീവ്ഡ് എന്ന ഒരു ടേം നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അത് ഗ്രോസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ പിന്നെ നെറ്റ് എന്ന് ചിലപ്പം ബ്രാക്കറ്റിൽ വരും. നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് എമൗണ്ട് ആണ് എന്നാണ് പറയുന്നത്. അപ്പോഴും ഗ്രോസപ്പ് ചെയ്യണം. അല്ലാത്ത സമയത്ത് പിന്നെ ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇനി മറ്റ് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.